എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് 2002-ലെയും 2025-ലെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം. നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ചെറിയൊരു ടെക്നിക്ക് പ്രയോഗിച്ച് വളരെ വേഗത്തിൽ എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇതിനോടൊപ്പം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് എങ്ങനെ നോക്കാമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. 2002-ലെയും 2025-ലെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക്, പ്രത്യേകിച്ച് 2002-ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് SIR ഫോം 2025 ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ട്. ചാനലിൽ 2025-ലെ SIR ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം, ഓഫ്ലൈനായി എങ്ങനെ ഫില്ല് ചെയ്യാമെന്നും അതിനോടൊപ്പം ഓൺലൈനായി എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇതിനായി മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം CEO കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ഇവിടെ ടച്ച് ചെയ്ത് നമുക്ക് സൈറ്റിൽ പ്രവേശിക്കാം. നമ്മൾ ആദ്യം 2002-ലെ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാമെന്നാണ് നോക്കുന്നത്. സൈറ്റിൽ പ്രവേശിച്ച ശേഷം താഴേക്ക് വരണം. അവിടെ നമുക്ക് വോട്ടേഴ്സ് കോർണർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ നമുക്ക് ഇടത്തേക്ക് സ്ലൈഡ് ചെയ്താൽ മൂന്നാമതായി SIR 2002 എന്നും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടേഴ്സ് സെർച്ച് എന്നും കാണാം. ആ മൂന്നാമതാണ് ആ ലിങ്ക് വരുന്നത്. ആ മൂന്നാമത്തെ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ തന്നെ ഉണ്ട്. നേരത്തെ അതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മൂന്നാമതാണ് കാണിക്കുന്നത്. ഇനി കൂടുതൽ ലിങ്കുകളിലൂടെ വരുവാണെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറാനും സാധ്യതയുണ്ട്. ഞാനിവിടെ ഈ പറഞ്ഞ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കണം. അതിനുശേഷം LAC ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി 2002-ലെ നിയമസഭാ മണ്ഡലമാണ് അവിടെ തിരഞ്ഞെടുക്കേണ്ടുന്നത്. തുടർന്ന് തിരഞ്ഞെടുക്കേണ്ടുന്നത് 2002-ൽ നിങ്ങൾ വോട്ട് ചെയ്ത ബൂത്ത് നമ്പർ, പാർട്ട് നമ്പർ, ഭാഗം നമ്പർ എന്നൊക്കെ അറിയപ്പെടും. ഇത് പാർട്ടിക്കാർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ അവരടുത്ത് ചോദിച്ചു മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തണം. എനിക്കിവിടെ അത് നമ്പർ അറിയാം ബൂത്തിൻ്റെ, അങ്ങനെ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അടുത്തത് വോട്ടറുടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഗൂഗിൾ ടൂൾസ് ഉപയോഗിച്ച് മലയാളം തിരഞ്ഞെടുത്ത് വന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. പക്ഷേ ആ മലയാളം തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡിലൊക്കെ കൊണ്ടുപോയിട്ട് നോക്കണം. അതിനേക്കാൾ എളുപ്പമാർഗ്ഗം നിങ്ങളുടെ മൊബൈലിൽ മംഗ്ലീഷ് കീബോർഡ് ഉണ്ടെങ്കിൽ ആ മംഗ്ലീഷ് കീബോർഡ് എടുത്ത് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഞാനിവിടെ മൊബൈലിലെ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 അക്ഷരം മാത്രം ടൈപ്പ് ചെയ്താൽ മതി. എൻ്റെ പേര് ബ്രൈറ്റ് എന്നാണ്. ആദ്യത്തെ 3 അക്ഷരം ബ്രൈ എന്ന് മാത്രം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ട് താഴെയുള്ള ഹൗസ് നെയിം, വീട്ടുപേരും പാർട്ട് സീരിയൽ നമ്പരും ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ സെർച്ചിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. 3 പേരുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതിന് സാമ്യമുള്ള പേരുകളുടെ ഒക്കെ റിസൾട്ടുകൾ താഴോട്ട് വരും. ഇതിൽ പേരിൽ ചെറിയ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അതേപോലെ SIR ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ID കാർഡ് നമ്പർ വന്നിട്ടുണ്ട്, പേര്, ബന്ധുവിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതേപോലെ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പറാണ്. ഭാഗം നമ്പർ എന്നാണ് ഫോമിലുള്ളത്. അതുപോലെ ക്രമ നമ്പർ എന്നുള്ളത് സീരിയൽ നമ്പറാണ്. അതിവിടെ വന്നിട്ടുണ്ട്. ഫോമിൽ ക്രമ നമ്പർ എന്നാണ്. ഇതുപോലെ നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ 2002-ലെ ലിസ്റ്റ് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി ഡിസംബർ 9-നും 11-നുമായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ വോട്ടുണ്ടോ എന്നെങ്ങനെ അറിയാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. SECയുടെ വെബ്സൈറ്റിൽ കയറിയാണ് പരിശോധിക്കേണ്ടത്. ഇനി വരുന്ന പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്നത് ECIയുടെ വെബ്സൈറ്റിലാണ്. ഈ വെബ്സൈറ്റിൽ 2025-ൽ നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിൽ മാത്രമേ SIR 2025 നൽകാൻ സാധിക്കുകയുള്ളൂ. അതായത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി SIRന് യാതൊരു ബന്ധവുമില്ല. SIR നടപ്പിലാക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. കൺഫ്യൂഷൻ്റെ കാര്യമില്ല. SECയുടെ വെബ്സൈറ്റിലാണ് നമുക്കിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട. SEC എന്നാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ്. CEO കേരളയുടെ വെബ്സൈറ്റിലാണ് 2002-ലെ SIRൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതേസമയം 2025-ലെ SIR ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായി ഇപ്പോൾ കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് ഈ വെബ്സൈറ്റ് വഴിയാണ്. eci.gov.in എന്നാണ് സൈറ്റ് അഡ്രസ്സ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഇലക്ടേഴ്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് വന്നതിന് ശേഷം വോട്ടർ രജിസ്ട്രേഷൻ എന്നിവിടെ കാണാം. അവിടെ പ്രസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് വരണം. ഇവിടെ നമുക്ക് സെർച്ച് യുവർ നെയിം ഇൻ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി നമുക്ക് ഇങ്ങനെ ഒരു പേജിലെത്താം. ഈ ഒരു പേജിൽ ഡയറക്റ്റ് എത്തിച്ചേരത്തക്കവണ്ണം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല.
ഇവിടെ 2-3 രീതിയിൽ 2025 നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആദ്യത്തേത് സെർച്ച് ബൈ എപ്പിക് എന്നാണ്. ഇലക്ഷൻ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ്, വോട്ടർ ID എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലിങ്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ കൈവശം ഇപ്പോഴുള്ള വോട്ടർ IDയുടെ പുതിയ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വലത് സൈഡിൽ നിന്നും സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം താഴെ ക്യാപ്ച കോഡുകളുണ്ട്. എന്താണോ അവിടെ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മുകളിൽ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്, കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ റിസൾട്ട് താഴെ ലഭിക്കുകയും ചെയ്യും. വോട്ടർ ID നമ്പർ ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമുക്ക് സെർച്ച് ചെയ്യാം. മുകളിൽ സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് കേരള കൊടുത്ത് ലാംഗ്വേജ് വേണമെന്ന് നിർബന്ധമില്ല. പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിലേറ്റീവ് നെയിം ഗാർഡിയൻ്റെയോ ഫാദറിൻ്റെയോ പേരായിരിക്കും കൊടുക്കാൻ സാധ്യതയുള്ളത്, അതനുസരിച്ച് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ചൂസ് ചെയ്യണം. ഏജ് കൊടുത്താൽ വർക്ക് ആവണമെന്നില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യുമ്പോൾ മുകളിൽ ഈ ഇയർ കൊടുത്തിരിക്കുകയാണെന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇയർ ഏതാണെന്ന് ഇവിടെ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം മന്തും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് സെറ്റ് ചെയ്യണം. തുടർന്ന് ജെൻഡർ കൊടുത്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് കൊടുക്കുക നിങ്ങളുടെ. അതിനുശേഷം AC അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ്, നിയമസഭാ മണ്ഡലമാണ്. 2025 ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലമാണ് അവിടെ തിരഞ്ഞെടുക്കേണ്ടുന്നത്. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡുകൾ സാധാരണ ഇംഗ്ലീഷിലെ ചെറിയ അക്ഷരങ്ങളാണ് വരാറുള്ളത്. അത് കൂടാതെ നമ്പറുകളും കാണും. അതെന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്തത് സെർച്ച് ബൈ മൊബൈൽ എന്നുള്ള ഓപ്ഷനാണ്. അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്തവർക്കാണ്, വോട്ടർ IDക്ക് അപേക്ഷിച്ചവർക്കാണ് അങ്ങനെ സെർച്ച് ചെയ്യാൻ കഴിയുന്നത്. OTP ഒക്കെ കൊടുത്ത് ചെയ്യാവുന്നൊരു പ്രോസസ്സാണിത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.